ഓം നമസ്കാരം. ഞാൻ വേണുഗോപാൽ കണ്ണമല. തച്ചുശാസ്ത്രത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. ലഘൂകരിച്ചാണ് പറയുന്നത്. പിന്നീട് ഞാനത് വിശദമായിട്ട് സംസാരിക്കുന്നതാണ്. ഒരു വീട് വെക്കുന്ന സ്ഥലത്ത് ഒരു ആശാരിയോ അല്ല ആരാണെന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് വീട് വെക്കുന്നതിനെ സ്ഥാനം നിർണ്ണയിക്കുന്നതിനെ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. തച്ചുശാസ്ത്രം പഠിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് ഭൂമി സംബന്ധമായ മുഴുവൻ കാര്യങ്ങളും ആദ്യം തന്നെ പഠിക്കണം. അത് ചെറുപ്പത്തിലേ വരണം. ചെറുപ്പപ്രായത്തിൽ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വലുതായി കഴിഞ്ഞ് പഠിക്കാനോ മനസ്സിലിക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പം ചെറുപ്പത്തിൽ പഠിച്ച് അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നാണെന്ന് നമ്മൾ പഠിപ്പിക്കുക. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ കണക്കും കാര്യങ്ങളെല്ലാം. അതൊക്കെ ഒരു ഘട്ടം ഘട്ടമായിട്ട് പഠിക്കുന്നത്. 5-8 കൊല്ലം ശരിക്കും പഠിക്കുന്ന നല്ല പൂർണ്ണമായ പഠനം വരുന്നത്. അപ്പോൾ നമ്മളൊരു ഭൂമിയിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത്, നിങ്ങൾ ഈ വീടുകൾ പണിക്ക് വീട് കാര്യമല്ല, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് ചെയ്യണം. നിങ്ങൾ ചിലപ്പോൾ ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ കേൾക്കുന്നത് തന്നെ. വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞ ശാസ്ത്രം ഭൂമിയിലെല്ലാം ഞാൻ നേരത്തെ വീഡിയോ ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, തച്ചുശാസ്ത്രപ്രകാരം നമ്മൾ വീട് വെക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ആ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്ന ഭൂമിയുടെ കിടപ്പാണ്. അതെങ്ങോട്ടാണ് ആ ഭൂമിയുടെ കിടപ്പ്, അവിടെയുള്ള നീരൊഴുക്ക് ഏത് ദിക്കിലേക്കല്ല എങ്ങനെയാണ് നീരൊഴുക്കുണ്ടാകുന്നത് ആ ഭൂമിയിൽ. പിന്നെ മലയൊക്കെ ഉണ്ടെന്നൊരു മലമ്പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ മലയുടെ കുത്ത് ഏത് രീതിയിലായിരിക്കും നമ്മൾ ഈ വീടിനെ നോക്കി കാണുന്നത്. പിന്നെ റോഡുകളൊക്കെ വരുന്നത് 3-4 റോഡുകൾ കൂടുന്ന സ്ഥലം, ജംഗ്ഷൻ, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നോക്കിയിട്ട് റോഡിൻ്റെ കുത്ത് ഈ വീടിന് വരാത്ത രീതിയിലുള്ള കാര്യങ്ങളും നോക്കിയിട്ട്, പിന്നെ നമ്മൾ 5ാമതായിട്ട് ഭൂമി സംബന്ധമായ കാര്യങ്ങൾ എടുത്തിട്ട്, ഈ ഭൂമി ജീവനുള്ളൊരു വസ്തുവാണ്. ഭൂമിയെ പറ്റി പഠിച്ച് ഈ ഭൂമിക്ക് അനേകായിരം വർഷത്തെ പഴക്കമുണ്ട്. അവിടെ പല പല നിർമ്മിതികളും പല പല കാര്യങ്ങളും പല സംഭവങ്ങളും നടന്നിട്ടുള്ളതാണ് ഇപ്പോൾ എല്ലാ ഭൂമിയുടെ എല്ലാ ഭാഷത്തും. അപ്പോൾ അതേപ്പറ്റി നമ്മൾ ചൊവ്വിന് പഠിച്ചതിന് ശേഷം ആണ് അതിനകത്ത് ഏത് രീതിയിലുള്ള വീട് ഏത് രീതിയിൽ വെക്കാം, എങ്ങനെ കണക്കുണ്ടാക്കി വെക്കാൻ ശ്രമിച്ചതിന് ശേഷമാണ് ആദ്യമായിട്ട് നമ്മൾ കുറ്റി വെക്കുന്നത്. കുറ്റി വെച്ചതിന് ശേഷമാണ് പിന്നെ കണക്കും പ്രകാരം നമ്മൾ പ്ലാനും കാര്യങ്ങളും എല്ലാം വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഒരു സ്ഥലത്ത് കയറാതെ വീട് വെക്കുക. ഇങ്ങനെ 6 കൂട്ടം കാര്യം ചെയ്യണം. 1 ഭൂമിയുടെ കിടപ്പ്, 2 നീരൊഴുക്ക്, 3 മലയുടെ കുത്ത്, 4 റോഡിൻ്റെ കുത്ത്, 5 ഭൂമി സംബന്ധമായ മുഴുവൻ കാര്യങ്ങളും. അതായത് ആ ഭൂമിയിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ തന്നെ പഠിക്കുന്നവരിൽ 5000 വർഷം വരെ കിട്ടും. പിന്നെ നമുക്ക് എത്ര ലക്ഷം വർഷം വേണമെങ്കിലും ഞാൻ എടുക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്തതുകൊണ്ട് അതൊന്നും മറ്റുള്ളവർ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ 5000 വർഷം വരെ എടുക്കും. ആദ്യം കയറുമ്പം തന്നെ നമുക്കത് കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ കുറ്റിയെല്ലാം വെച്ച് കാര്യങ്ങൾ ചെയ്ത് ഒരു കണക്കും ഉണ്ടാക്കി പിന്നീടാണ് പ്ലാനും കാര്യങ്ങൾ വരുന്നത്. അല്ല പ്ലാൻ കൊണ്ടുവന്ന് പണിയാൻ യാതൊരു കാരണവശാലും യാതൊരു വിധിയുമില്ലാത്തതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വേണം നമ്മളൊരു പണിയാനായിട്ട് തുടങ്ങാൻ. ഇപ്പം വാസ്തു സംബന്ധമായിട്ട് ഇവരാരും ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല. ഞാൻ ഒത്തിരി വീടുകൾ നോക്കുന്നത് കണക്ക് നോക്കാൻ വേണ്ടി എന്നെ വിളിക്കുന്നത്, താമസിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം. അവിടെ എല്ലാം കണക്കൊക്കെ തെറ്റിയാണ് ഈ മുഴുവനും ഇരിക്കുക. വാസയോഗ്യമായിട്ട് ഉള്ളൊരു വളരെ കുറവാണ്. ഒന്നാമത് സാമ്പത്തികം നിൽക്കത്തില്ല. അത് ഇവർ മറ്റ് കഥകളൊക്കെയാണ് പറഞ്ഞ് കേൾക്കുന്നത്. ഇതിനകത്തുള്ള അത് തെറ്റായതുകൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നെ രംഗത്ത് വരുന്നത് തന്നെ. അതുകൊണ്ട് നമ്മൾ ഈ 6 കൂട്ടം കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ കൃത്യമായിട്ടും കണക്ക് അംശിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ നമുക്ക് ഉത്തമമായിട്ട് വരികയും നമുക്ക് ദോഷം വരാതിരിക്കുകയും ചെയ്യും. പിന്നീട് ഇവർ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വേണം ഇപ്പോഴത്തെ ആൾക്കാർക്ക് വേണം ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ 1 സെൻറ്റും 2 സെൻറ്റ് 1/4 സെൻറ്റ് അല്ലെങ്കിൽ 3/4 സെൻറ്റ് 3 സെൻറ്റിനകത്തൊക്കെ നിങ്ങൾ വെക്കുന്നതാണെങ്കിൽ ചോദിക്കാം. അവർക്കുള്ള ഒരു ഉത്തരവായിട്ടാണ് പറയുന്നത്. ഏറ്റവും ചെറിയ കണക്ക് എന്ന് പറയുന്നത് പഞ്ചമുഖം സ്ഥാപിക്കാൻ വേണ്ടി തീപ്പെട്ടിക്കൂടിൻ്റെ വലിപ്പത്തിൽ അതിനൊരു കണക്കാണ്. ആ കണക്കിൽ ആ കോളം തിരിച്ച് അതിനകത്താണ് ചന്ദനത്തിൻ്റെയോ പ്ലാവിൻ്റെയോ തടിയിലാണ് ഈ സാധനം ഉണ്ടാക്കി ഒരു പെട്ടി ബോക്സ് ഉണ്ടാക്കിയിട്ടാണ് തീപ്പെട്ടിയുടെ വലിപ്പം കിട്ടും. അതാണ് ഏറ്റവും ചെറിയ കണക്ക്. അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യുന്ന കണക്ക് എന്നാൽ ഊരുപെട്ടിയാണ്. പണ്ട് കാലങ്ങളിൽ കടകളിലെല്ലാം പൈസ ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു പെട്ടിയാണ്. അത് ഇപ്പോഴും നല്ല സാധനം ഒരിക്കലും കളയത്തില്ല. ഇപ്പം ഞാൻ തന്നെ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഓരോരുത്തർ പണിത് വീട്ടിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഊരുപെട്ടി. പിന്നെ കഴിഞ്ഞാൽ വീട്ടിലോട്ട് കയറിയ നാക്കാലിപ്പെട്ടി, അലമാരി, കട്ടില, സ്റ്റൂള്, മേശ, ബെഞ്ച് എന്ന് പറഞ്ഞ സർവ്വ സാധനങ്ങൾക്കും അളവുള്ളതാണ്. അളവ് പ്രകാരമാണ് പഴയ കാലത്തെ മുഴുവൻ പണികളും പണിത് വെച്ചിരിക്കുന്നത്. മേശയുടെ ഡ്രോ വരെയും എല്ലാ അലമാരിയുടെ ഡ്രോയും എല്ലാം നമ്മൾ ഈ കണക്കും പ്രകാരമാണ് ഇതെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോഴാണ് ആ രീതി ഒന്നും നോക്കാതെ കണ്ട് വീടിൻ്റെ ഒന്നും നോക്കാതെ ഇവർ പണിത് വെക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പുതിയൊരു സംവിധാനം വന്നിരിക്കുന്നത്, കട്ടളയുടെ വലത് കാലിലാണ് ഇവർ പഞ്ചലോകം വെക്കുന്നത്. അത് തെറ്റാണ്. കട്ടളയ്ക്ക് വലത് കാലുമില്ല ഇടത് കാലുമില്ല. ആ പഴയ ആൾക്കാർക്കൊക്കെ അറിയാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മതി, അറയുടെ പടിക്കടിയിലാണ് വെക്കുന്നത്. അതിന് കട്ടളയുടെ അടിപ്പടി തുളച്ച് ഈ പഞ്ചലോകമാണ് വെക്കുന്നത്. പഞ്ചമുഖം ഒരിക്കലും വെച്ചേക്കല്ല, പലയിടത്തും വെക്കുന്നുണ്ട്. ഈ പഞ്ചലോകം കൊണ്ടുവന്ന് കട്ടളയുടെ അടിപ്പടി തുളച്ച് അതിനകത്ത് വെച്ച് അടച്ചാണ് ഈ സാധനം വെക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മൾ പണിയുടെ ഒരു പ്രാരംഭഘട്ടം എന്ന് പറഞ്ഞാൽ കട്ടള വെച്ച് നമ്മൾ പണി തുടങ്ങുന്നത്. കുറ്റി വെക്കുമ്പോൾ കൃത്യമായിട്ടും ഈ 6 കൂട്ടം കാര്യം ചെയ്തിരിക്കണം.
ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പണിത പരിപാടികൾ ഞങ്ങളുടെ ഫാമിലി മുഴുവൻ പേരും ചെയ്യുന്ന വീടുകളും എല്ലാം ഇതേ രീതിയിൽ ചെയ്യത്തുള്ളൂ. ഇങ്ങനെ അംശിച്ച് കണക്കും വെച്ച് വില പണിയെങ്കിൽ അത് ഉത്തമമായിട്ടിരിക്കും. തുടർന്ന് ഞാൻ ഇതിൻ്റെ വീഡിയോ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതെപ്പോൾ ഇത് ഫോളോ ചെയ്യുക.